നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അദ്ധ്യായം 3 ഭാഗം 2. ഗോവിന്ദമാമയ്ക്ക് പോലും പേടിയായിരുന്നു മുത്തശ്ശനെ എന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്. മുത്തശ്ശനെ പറ്റി കഥകൾ ഒരുപാട് പറയാനുണ്ട് മുത്തശ്ശിക്ക്. അപ്പോൾ മാത്രം മുത്തശ്ശിക്ക് ശ്വാസം മുട്ട് വരില്ല. എത്ര പറഞ്ഞാലും മുത്തശ്ശിക്ക് മടുക്കില്ല കേട്ടിരിക്കുന്ന അപ്പുവിനും. തളത്തിൻ്റെ കിഴക്കേ ചുവരിൽ മുത്തശ്ശൻ്റെ ചിത്രം വലുതാക്കി വരപ്പിച്ച് ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. മേലെപ്പാട്ടെ ശിവേട്ടനാണത്ര ചിത്രം വരച്ചത്. കെട്ടിവെച്ച കുടുമ, കാതിൽ വള്ളിക്കടുക്കൻ, വട്ടമുഖം, തുളഞ്ഞു കയറുന്ന നോട്ടം, വിരിഞ്ഞ നെഞ്ച്, വെളുത്ത രോമക്കാട്, തോളത്ത് 2 മുണ്ട്, നല്ല കനവും നീളവുമുണ്ട്. കൈനെന്ന് കണ്ടാലറിയാം. കസാലയിലിരിക്കുകയാണ് മുത്തച്ഛൻ. മുത്തശ്ശൻ്റെ കണ്ണിലേക്ക് നോക്കാൻ അപ്പുവിന് പേടിയാണ്. മീശയില്ല മുത്തശ്ശന്, അത്രയും സമാധാനം. മനക്കിലെ കാര്യസ്ഥപ്പണിയായിരുന്നു മുത്തശ്ശന്. 80,000 പറ മിച്ചവാരം പിരിക്കാനുണ്ടത്രേ മനക്കിലേക്ക്. ഈ ദേശവും അടുത്തുള്ള ദേശങ്ങളും മനക്കിലെ ജന്മമാണെന്നാണ് മുത്തശ്ശി പറഞ്ഞു തന്നത്. ഈ ദേശങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവരും കൃഷി നടത്തുന്നവരും മനക്കിലെ കാണക്കുടിയന്മാരാണത്രേ. കാണക്കുടിയാൻ കൊല്ലം തോറും ജന്മിക്ക് മിച്ചവാരം കൊടുക്കണം. അത് പിരിക്കലാണ് കാര്യസ്ഥന്മാരുടെ ജോലി. അനങ്ങൻ മലയും മലയിലെ കാടുകളും മനക്കാരുടെ സ്വന്തമാണ്. പെരുങ്കുരിശി അമ്പലവും ചാത്തൻ കണ്ട കാവും മനക്കിലെ വകയാണ്. മറ്റു ദേശങ്ങളിൽ വേറെയും അമ്പലങ്ങളുണ്ടത്രേ. പത്തായപ്പുരം മാളികയിലാണ് കണക്കെഴുത്തു കച്ചേരി. മേനോന്മാരാണ് കണക്കെഴുതുന്നത്. കുറ്റി പിരിക്കാൻ നായന്മാരും. കാട്ടിൽ നിന്ന് മരം മുറിപ്പിക്കുന്നതും മരത്തടി ആനകളെ കൊണ്ട് വലിപ്പിച്ച് താഴുവാലത്തിൽ കൊണ്ടുവന്ന് അട്ടിവെപ്പിക്കുന്നതും കാര്യസ്ഥന്മാരാണ്. 4 ആനയുണ്ടായിരുന്നു അത്രേ മനക്കൽ ഒരു കാലത്ത്. മരം പിടിക്കാനും അമ്പലത്തിൽ എഴുന്നള്ളിക്കാനും ആനകൾ വേണം. കാട്ടിൽ തന്നെ പിടിപ്പത് പണിയുണ്ടാവും ആനകൾക്ക് എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. മിഥുനം കർക്കിടകം മാസങ്ങളിൽ ആനയ്ക്ക് സുഖചികിത്സയാണത്രേ. ആന വൈദ്യന്മാരെ മനക്കിലേക്ക് വരുത്തും. കുളപ്പുരമാളികയിൽ താമസിപ്പിക്കും. മരുന്നിട്ട് വേവിച്ച ചോറ് ഉരുട്ടി ആനകളുടെ വായിൽ വെച്ചു കൊടുക്കും. പൊളിക്കാത്ത തേങ്ങയുടെ അത്ര വലുപ്പമുണ്ടാവും അത്രേ ആനയ്ക്ക് കൊടുക്കുന്ന ചോറ്റുരുളയ്ക്ക്. നെയ്യും ആസവങ്ങളും സേവിപ്പിക്കണം ആനയെ. പഴക്കുലകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും അത്രേ കലവറയിൽ. മകരത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ വേലകളും പൂരങ്ങളുമായി. അപ്പോഴും ആനകൾക്ക് നല്ല കാലമാണ്. മരം പിടിക്കാൻ കാട്ടിലേക്ക് പോകണ്ട. എഴുന്നള്ളിപ്പിനെ കൊണ്ടുപോയാൽ പഴക്കുലകളും ശർക്കരയും കൊട്ടത്തേങ്ങയും കൊടുക്കും ആളുകൾ ആനകൾക്ക്. ഇപ്പം എന്താ മുത്തശ്ശി മനക്കിലെ ആനയില്ലാത്തത്? മനക്കിലെ ആനയെ വേണ്ടെന്ന് വെച്ചു അച്ചമ്പരാൻ. അതെന്താ മുത്തശ്ശി അങ്ങനെ? ചന്ദ്രശേഖരൻ ഒറ്റൊരുത്തനാ കാരണം. കുറുമ്പൻ, എല്ലാ ലക്ഷണവും തികഞ്ഞ ആനയായിരുന്നു. പറഞ്ഞിട്ടെന്താ, എപ്പോഴാ ദേഷ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ദേഷ്യം വന്നാൽ ഒരാളെ അവൻ കൊല്ലും. വഴിക്കൂടെ നടന്നു പോണ ആളായാലും ശരി, പാപ്പാനായാലും ശരി. 1-ാം പാപ്പാനെ മാത്രമേ അനുസരിക്കൂ. 2-ാം പാപ്പാനും 3-ാം പാപ്പാനും അവൻ്റെ പിന്നിൽ നിന്നോണം. അവൻ്റെ പുറത്ത് കയറാൻ 1-ാം പാപ്പാന് മാത്രം മുൻകാലം മടക്കി കൊടുക്കും. മറ്റുള്ളവർ പിൻകാലുമ്പേ കൂടെ കയറണം. ഇല്ലെങ്കിലോ കുത്തിക്കോർക്കില്ലേ കൊമ്പിൽ. തുമ്പിക്കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് നിലത്തിട്ട് ഒറ്റ കുത്താണ്. ഓർക്കാതെ നിൽക്കുമ്പോഴത്രേ അവൻ പിടിക്കുക. ജീവൻ അപ്പോഴേ പോയില്ലേ. അപ്പു സങ്കല്പിച്ചു നോക്കി. ചന്ദ്രശേഖരൻ തുമ്പി കൊണ്ട് ചുറ്റിപ്പിടിക്കുന്നതും കൊമ്പുകൊണ്ട് കുത്തുന്നതും. ഇന്ന് രാത്രി സ്വപ്നത്തിൽ ചന്ദ്രശേഖരൻ വരും. അപ്പന് ഉറപ്പായി. ഇടയ്ക്കിടയ്ക്ക് മദം പൊട്ടും ചന്ദ്രശേഖരന്. മദംപാട് വരുന്നെന്ന് പാപ്പാമാർക്കറിയാം. പിന്നെ 2-3 മാസത്തേക്ക് അവൻ്റെ ചങ്ങല അഴിക്കില്ല. അങ്ങനെ നിൽക്കും അവൻ മനക്കിലെ പടിഞ്ഞാറേ വളപ്പിലെ മാവിൻ്റെ ചോട്ടിൽ. എന്താ മുത്തശ്ശി മദംപാട്? കൊല്ലത്തിലൊരിക്കൽ കൊമ്പനാനകൾക്ക് ഭ്രാന്ത് വരും.
കണ്ണിൻ്റെയും ചെവിയുടെയും ഇടയ്ക്കൊരു സ്ഥാനമുണ്ട്. അവിടുന്ന് ഒരു നീരെങ്ങനെ ഒളിക്കാൻ തുടങ്ങും. ആ നീരൊലിപ്പ് കണ്ട അപ്പോൾ കൂച്ചുവിലങ്ങിട്ടോണം. ചില ആനകളെ മതമ്പാട് വന്നാലും മിണ്ടാതെ നിൽക്കും. അതല്ലാലോ ചന്ദ്രശേഖരൻ്റെ പ്രകൃതം. ഗജപോക്കിരി എന്ന് പറഞ്ഞാൽ അതവനാ. പോക്കിരിക്ക് ഭ്രാന്തം വന്നാലോ? കൂച്ചുവിലങ്ങോ? എന്താ മുത്തശ്ശി? കയ്യും കാലും രണ്ടും കൂടി ചങ്ങലക്കിട്ട് പൂട്ടും. ആ സമയത്ത് അവൻ്റെ അടുത്തേക്ക് ഒന്നാം പാപ്പാനും പോവില്ല. പട്ട കൊടുക്കുമ്പോഴും പഴം കൊടുക്കുമ്പോഴും ദൂരത്തേ നിൽക്കൂ, എത്ര ധൈര്യശാലി ആയാലും. മുത്തശ്ശി കണ്ടിട്ടുണ്ടോ ചന്ദ്രശേഖരനെ? പിന്നെന്താ, അവൻ്റെ മസ്തകത്തിൻ്റെ ഒരു ചന്തം, കൊമ്പിൻ്റെ നീളം, തുമ്പിക്കൈ ഇതാ ഇങ്ങനെ നിലത്തിഴയും. മാവിൻ്റെ ചോട്ടിൽ നിൽക്കണുണ്ടാവും സദാ നേരം. മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ. പാംസു എന്ന് പറഞ്ഞാൽ പൂഴി. പൂഴി വാരി മേത്തിട്ടുകൊണ്ട് നിൽക്കും അവൻ. മതമ്പാടിലല്ലെങ്കിലും വിശേഷമൊന്നുമില്ല. തടി വലിക്കാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഇങ്ങട് വലിയടാന്ന് പറഞ്ഞാൽ അങ്ങട് വലിക്കും. എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയ അടുത്ത് നിൽക്കണ ആനയുടെ പള്ളയ്ക്ക് കുത്താൻ നോക്കും. കഷ്ടല്ലേ മുത്തശ്ശി, ആനയായാലും ഇത്ര തമ്മാടിത്തരം പാടില്ല. സംശയമുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടിരാമൻ നായർ തോട്ടിയും വടിയും അച്ചമ്പ്രാൻ്റെ കരക്കൽ കൊണ്ടുപോയി വെച്ചു. അയാൾ ഒന്നാം പാപ്പാനായിരുന്നു. അമ്പലപ്പാറക്കാരനാത്രേ. അയാൾക്ക് ആനപ്പണി വയ്യാന്ന്. കൈക്കോട്ട് കിളച്ചിട്ടോ കന്നു പൂട്ടിയിട്ടോ കഴിഞ്ഞു കൂടിക്കോളാംന്ന്. ജീവനല്ലേ വലുത്. ആനച്ചോറ് കുരച്ചവറല്ലേ അപ്പൂ. അതും ചന്ദ്രശേഖരൻ്റെ പാപ്പാനാച്ചാ പറയാൻ പറ്റുമോ? എപ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറാമെന്ന് അറിയില്ലാലോ. എന്നിട്ടോ മുത്തശ്ശി? അച്ചമ്പ്രാൻ മുത്തശ്ശനെ വിളിപ്പിച്ചു. അവനെ വിറ്റുകളയാം. എന്താ, അതുവരെ അവൻ്റെ കാര്യം ശങ്കുണ്ടി നോക്കണം. വിരോധമുണ്ടോ? വയ്യാന്ന് പറയാൻ പറ്റുമോ അപ്പൂ? മനക്കര ചോറല്ലേ ഉണ്ണണത്. മൂത്തയിടത്തിലത്തെ പട്ടേരിപ്പാടും മുത്തശ്ശനും കൂടി പോയിട്ടാണ് തെക്കോ ഏതോ നാട്ടിൽ നിന്ന് ചന്ദ്രശേഖരനെ വാങ്ങിയത്. ആനശാസ്ത്രം പഠിച്ച കേമനായിരുന്നു ഇത്രേ പട്ടേരിപ്പാട്. ലക്ഷണം തികഞ്ഞ ആന. അതിവില കൊടുത്താത്രേ അവനെ വാങ്ങിയത്. കുട്ടിരാമൻ നായർ പോയിട്ടും കുറച്ചു ദിവസം അവനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. കുളിക്കാൻ പെരുങ്കുളത്തിലേക്ക് കൊണ്ടുപോകും. മുത്തശ്ശൻ മുമ്പിൽ നടക്കും, അവൻ പിന്നാലെ നടന്നോളും. നല്ല അനുസരണ. കുളി കഴിഞ്ഞ് വന്ന മനക്കിലെ മുറ്റത്ത് തമ്പുരാൻ്റെ മുന്നിൽ നിർത്തും. തമ്പുരാൻ 2 ചീർപ്പ് പഴം അവന് കൊടുക്കും. പഴം കിട്ടണം, എന്നാലേ മുറ്റത്തുനിന്ന് ഒരടി വയ്ക്കൂ. ചന്ദ്രശേഖരൻ്റെ സ്വഭാവം നന്നായില്ലോ. മരം പിടിക്കാൻ അനങ്ങം മലയ്ക്ക് കൊണ്ടുപോയാലോ എന്ന് മുത്തശ്ശന് ഒരാലോചന. കഷ്ടകാലം, അല്ലാതെ എന്താ പറയുക. അത് വേണോ ശങ്കുണ്ണിന്ന് അച്ചമ്പരാൻ ചോദിച്ചു അത്രേ. അവനൊരു വികൃതിയും കാണിക്കില്ല, ഞാനല്ലേ കൊണ്ടുപോണത് എന്ന് നിൻ്റെ മുത്തശ്ശൻ. അനങ്ങമ്മലയുടെ മുകളിലെ വലിയൊരു മരം മുറിച്ച് വടം കെട്ടി ഇട്ടിരിക്കുകയാണ്. അതിനെ വലിച്ച് താഴത്തേക്ക് കൊണ്ടുവരണം. മുത്തശ്ശൻ വടം അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. എടുക്കടാ കയറ്, വലിക്കടാ കുട്ടാ. എന്തൊക്കെ നല്ല വാക്ക് പറഞ്ഞിട്ട് അവൻ ആൺകുട്ടിയാണെങ്കിൽ വടം തൊട്ടില്ല. മുത്തശ്ശന് ദേഷ്യം വന്നു. മുത്തശ്ശൻ തോട്ടി കാണിച്ചു. ഒരുമാതിരിപ്പെട്ട ആനകൾക്കൊക്കെ തോട്ടി കണ്ടാൽ പേടിയാണ്. തോട്ടിയുടെ അറ്റത്തൊരു കൊക്കി, ഒരു കുന്തമന വേറെ. കൊക്കി കൊണ്ട് ചെവിയുടെ മൂട്ടിലെ ഒരു വലി വലിക്കും. കുന്തത്തിൻ്റെ മുനോണ്ട് നഖത്തിൻ്റെ കടക്കിലൊരു കുത്ത്. 1ഉം 2ഉം അപ്പോൾ സാധിക്കും. 1ഉം 2ഉം അതെന്താ മുത്തശ്ശി? മൂത്രമൊഴിക്കും, പിണ്ടിടും, അതന്നെ. അവൻ പനി പറ്റിച്ചില്ലേ അപ്പൂ? കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് അവൻ മുത്തശ്ശനെ തെമ്പിക്കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് താഴത്തിട്ടു. എന്നിട്ട് മുൻകാലം അങ്ങോട്ട് പൊക്കി മുത്തശ്ശൻ്റെ നെഞ്ഞത്ത് വയ്ക്കാൻ. ശൂരനല്ലേ നിൻ്റെ മുത്തശ്ശൻ? പറഞ്ഞ നേരം കൊണ്ട് അരേന്ന് കട്ടാരെടുത്തു മുത്തശ്ശൻ. കത്തി കാണിച്ച് മുത്തശ്ശൻ ഇത്രേ പറഞ്ഞുള്ളൂ, ചന്ദ്രശേഖര അടുക്കരുത്. പൊക്കിയ കാല് താഴ്ത്തി വെച്ചില്ലേ ചന്ദ്രശേഖരൻ? കട്ടാരം കൊണ്ട് ആനയെ കുത്താൻ പറ്റുമോ മുത്തശ്ശന്? ഒരു വേഷം കെട്ട് ആന പേടിച്ചു. മുത്തശ്ശൻ ചാടി എണീറ്റു. ഒരു കയ്യിൽ കട്ടാരം, മറ്റേ കൈകൊണ്ട് ചെങ്ങല വലിച്ച് മുൻകാല് 2ഉം കൂച്ചി. ഒരാഴ്ച കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് നസ്രാണിമാർ വന്ന് അവനെ കൊണ്ടുപോയി. ദാ ഇവിടെ കോലായിൽ വന്ന് കിടന്നതേ മുത്തശ്ശന് ഓർമ്മയുള്ളൂ. 1 മാസം ആധാരപ്പാത്തിയെ കിടന്നത്. കഷായവും മരുന്നും കിഴിപിടിക്കലും
തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചപ്പോൾ മുത്തശ്ശൻ്റെ വാരിയയിലെ 2-3 പൊട്ടിയിരുന്നു അത്രേ. അതോടെ മനക്കലെ കാര്യസ്ഥപ്പടി നിർത്തി മുത്തശ്ശൻ. 10 അടി നടക്കാൻ വയ്യ, കിതയ്ക്കും. മുത്തശ്ശൻ ഈ കോലായിൽ ചാരുകസേരയിൽ അങ്ങനെ കിടക്കും. ശങ്കുണ്ണിച്ചാൽ അച്ചമ്പരാനും ജീവനാ. മരിക്കണ വരെ മുത്തശ്ശൻ്റെ ചെലവിനുള്ള നെല്ല് തമ്പുരാൻ കൊടുത്തയക്കും. ഉടുക്കാൻ മുണ്ട്, തേക്കാൻ എണ്ണ. പണ്ട് മാപ്പിള ലഹളക്കാലത്ത് 10-100 നായന്മാരെയും കൂട്ടി മുത്തശ്ശനല്ലേ മനക്കിൽ കാവൽ നിന്നത്. ലഹളക്കാർ അനങ്ങമല ഇപ്പുറം കടന്നില്ല. അതാ മുത്തശ്ശൻ്റെ ഉശിര്. നിന്റെ മുത്തശ്ശൻ ചെറുപ്പത്തിലെ കളരിയിൽ കച്ചകെട്ടി അഭ്യാസം പഠിച്ചിട്ടുണ്ട്. മുത്തശ്ശൻ പന്തീരാൻ വടി വീശണത് കാണണം. ഉറുമിയെടുത്ത് വീശിയ പേടിച്ചു പോവും നമ്മൾ. 10-20 ആൾ വന്നാലും മുത്തശ്ശൻ ഒറ്റയ്ക്ക് മതി. അത്ര ശക്തനായിരുന്നില്ലേ. ലഹളക്കാർ കുറേ ആൾക്കാർ വന്നാലോ? മുത്തശ്ശൻ്റെ കൂടെ വേറെ ഉണ്ടല്ലോ നായന്മാർ. അവർക്ക് കട്ടാരവും വളവും കൊടുത്ത് പഠിപ്പിച്ച് നിർത്തിയേക്കല്ലേ മുത്തശ്ശൻ. ഒടുക്കം ഹൂർക്കാസ് പട്ടാളം തിരൂര് വണ്ടി ഇറങ്ങി. കണ്ണിൽ കണ്ട മാപ്പിളാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി. പിടി കിട്ടാത്തവർ കാടും മലയും കയറി. കുറേ ആൾക്കാർ നാട് വിട്ടുപോയി. പട്ടാളം പിടിച്ചു കൊണ്ടുപോയവരെ അന്തമാനിലേക്ക് നാട് കടത്തി. എവിടെ മുത്തശ്ശി അന്തമാൻ? കടലിൻ്റെ നടുക്കുള്ളൊരു ദ്വീപാത്രേ. ചുറ്റോട് ചുറ്റും വെള്ളല്ലേ, മടങ്ങി വരാൻ പറ്റില്ലല്ലോ. അന്തമാനിൽ മനുഷ്യരെ ചുട്ടു തിന്നണ കൂട്ടരുണ്ടായിരുന്നു. കുറേ എണ്ണത്തിന് അവർ സാപ്പിട്ടു. ബാക്കിയുള്ളവർ അവിടെ തന്നെ അങ്ങോട്ട് കൂടി. ഇപ്പം മുത്തശ്ശൻ ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ മുത്തശ്ശി. ഇത്ര കാലമൊക്കെ ജീവിക്കില്ലാലോ അപ്പൂ. ഇപ്പം ഉണ്ടെങ്കിൽ മുത്തശ്ശന് 100 വയസ്സായിട്ടുണ്ടാവില്ലേ. ചന്ദ്രശേഖരൻ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് നിലത്തിട്ടതിൻ്റെ ശേഷം 4 കൊല്ലേ മുത്തശ്ശൻ ഇരുന്നുള്ളൂ. മുത്തശ്ശി നെടുവീർപ്പിട്ടു. മുത്തശ്ശൻ മരിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് 12 വയസ്സാ, ഗോവിന്ദന് 16. എന്നാലും മുത്തശ്ശൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് അപ്പൂ. എവിടെ മുത്തശ്ശി? ദാ ഇവിടെ. മുത്തശ്ശി മാറത്ത് തൊട്ടു കാണിച്ചു. അറിയാതെ അപ്പു മുത്തശ്ശിയുടെ തൂങ്ങിക്കിടക്കുന്ന മുലകൾക്കിടയിൽ സൂക്ഷിച്ചു നോക്കി. കാണുന്നുണ്ടോ മുത്തശ്ശനെ? എന്താ അപ്പു നോക്കണത്? മുത്തശ്ശന് പൊട്ട. മുത്തശ്ശിയുടെ മനസ്സിലല്ലേ മുത്തശ്ശൻ. ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? അമ്മ ഉണ്ണാൻ വിളിക്കുന്നു. അപ്പു അടുക്കളയിലേക്ക് നടന്നു. പോകുമ്പോൾ തളത്തിലെ ചുമരിൽ തൂക്കിയിട്ട മുത്തശ്ശൻ്റെ ചില്ലിട്ട ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. തുളഞ്ഞു കയറുന്ന നോട്ടം കണ്ടപ്പോൾ അപ്പു വിചാരിച്ചു, വെറുതെ അല്ല ചന്ദ്രശേഖരൻ പൊക്കിയ കാല നിലത്ത് വെച്ചത്. കൂർക്കാസ് പട്ടാളം, ഗൂർഖ റെജിമെന്റ്. പന്തീരാൻ വടി, 12 ചാൺ നീളമുള്ള ചൂരലിൻ്റെ വടി. കുറ്റി പിരിക്കാൻ, നികുതി പിരിക്കാൻ, മിച്ചവാരം പിരിക്കാൻ എന്നീ അർത്ഥങ്ങളുണ്ട്.